ആ ചിതയുടെ മുമ്പിൽ നിന്ന് പ്രതാപനൊപ്പം പൊട്ടിച്ചിരിക്കുന്നത് നീയല്ലേ? ഇതാരോ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാ. ആര്? ആരാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ചേട്ടാ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ നിസ്സാരമാ. ഇവൻ ഇതൊക്കെ കണ്ടിട്ട് നിരപരാധിയാണെന്നാ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവരൊരു തീരുമാനത്തിലെത്തുന്നത്. എടാ കണ്ണ, ദേ നിന്റെ പെങ്ങൾക്കും ഇതുപോലൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. മേഘൻ ഏതോ ഒരു പെണ്ണുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ. അതാരാണോ ചെയ്തത് അവര് തന്നെയാ ഇതും ചെയ്തിരിക്കുന്നേ. നിന്നെ ഞാൻ നോട്ടം ഇട്ടിട്ട് കുറച്ച് ദിവസമായടാ. ഈ നെഞ്ചിനകത്ത് നിറയെ വിഷമാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള വിഷം നിന്നെ കൊണ്ട് തുപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത മഹാലക്ഷ്മിയെ ചിതയിൽ വെച്ച് കത്തിച്ചിട്ട് നീ നിരപരാധി ചമയുന്നുണ്ടടാ. പറഞ്ഞത് ഞാൻ വിടാം. പക്ഷേ ഇവനും ഇവന്റെ അച്ഛനും ആ പ്രതാപനും കൂടി ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ മുൻകൂട്ടി അറിയാനും ആ പദ്ധതിയൊക്കെ തകർക്കാനും ഇവന്റെ എല്ലാം പിന്നാലെ ആൾക്കാരുണ്ടെന്ന് എല്ലാവരും ഓർത്തോ. മരിച്ച മഹാലക്ഷ്മി ഒരുപാട് ശല്യം ചെയ്തില്ലേ നിന്നെയൊക്കെ? ഇന്ന് ആ മഹാലക്ഷ്മിയെ ഒഴിപ്പിച്ചു വിടാൻ വേണ്ടിട്ട് പ്രതാപന്റെ വീട്ടിലെ പൂജയും മന്ത്രവാദവും ഒക്കെ അല്ലേ നടക്കുന്നേ? എന്നാ കേട്ടോ, പൂജയും മന്ത്രവാദവും നടത്തിയ മന്ത്രവാദിയെ പോലും മഹാലക്ഷ്മി ആക്രമിച്ചു. ഇപ്പോ ആ ആക്രമിച്ച പ്രേതത്തെയും കൂട്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. മഹാലക്ഷ്മിയുടെ മരിച്ച മഹാലക്ഷ്മി ഇതിപ്പോ എന്നത്തെയും പോലെ ആയല്ലേ? മഹാലക്ഷ്മി ഞാനൊക്കെ മരിച്ചെന്ന് പറഞ്ഞ് ആഘോഷം നടത്തുക, അതിനുശേഷം തിരിച്ചു വരിക. കഴിഞ്ഞ കുറെ നാളായി ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നതെന്നായിരിക്കും എന്റെ രണ്ടാനമ്മയും മേഘൻ എന്ന ഈ അസുരനൊക്കെ ആലോചിക്കുന്നത്. എടാ, ഞങ്ങൾ എന്തിനാടാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? അയ്യോ, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. മഹാലക്ഷ്മി മടങ്ങി വന്നല്ലോ. ഇത് മഹാലക്ഷ്മി അല്ല, മഹാലക്ഷ്മിയുടെ പ്രേതമാ. ഇവനും നിങ്ങളൊക്കെ കണ്ട പ്രേതം. മഹാലക്ഷ്മി അല്ലെങ്കിൽ പിന്നെ ആരെടാ നീ കത്തിച്ചത്? ആരെയും കത്തിക്കാത്തോണ്ട് എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓർക്കാത്തതൊക്കെ നിന്നെ കൊണ്ട് ഞാൻ ഓർപ്പിക്കാം. ഒരു കാര്യം ഞാൻ മര്യാദയ്ക്ക് പറയുക, ഇനി മഹാലക്ഷ്മിയുടെ ദേഹത്ത് ഒരു മണ്ണ് നുള്ളിയിട്ട പിന്നെ നിന്റെ അപ്പച്ചയ്ക്ക് ചിത കത്തിക്കേണ്ടി വരുന്നത് നിന്റെ ആയിരിക്കും. മഹാലക്ഷ്മി മടങ്ങി വന്നതില് കണ്ണന്റെ രണ്ടാനമ്മയ്ക്ക് വലിയ സന്തോഷമാണല്ലോ. ഉണ്ട്.
ആ എന്നാ സന്തോഷമുള്ള അമ്മയെ വേറൊരു വിഷയോട് കാണിക്കട്ടെ. ദാ നോക്ക്. ഇപ്പൊ കാണുന്നതേ മഹാലക്ഷ്മി മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് എല്ലാരും കൂടി കേക്ക് മുറിക്കുന്നതാ.